മൂന്നാമത്തെ ചെക്ക് പോയിന്റാണ്. 7-ാം വാക്യം, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. ഇത് അടുത്ത ചെക്ക് പോയിന്റാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തികളുടെ ചെക്ക് പോയിന്റാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റിൽ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരുടെ അടുത്ത ചെക്ക് പോയിന്റാണ്. എന്താ അടുത്ത ചെക്ക് പോയിന്റ്? പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. ഈ സ്നേഹം മാനുഷിക സ്നേഹത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഹീബ്രു ഇൻ്റർപ്രിട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന അഗാപ്പേ ലവ് എന്നാണ്. അഗാപ്പേ ലവിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്നേഹത്തിന് എക്സ്പെക്റ്റേഷൻ ഇല്ല. ദൈവം സ്നേഹിക്കുന്ന സ്നേഹത്തിനെയാണ് അഗാപ്പേ ലവ് എന്ന് പറയുന്നത്. അതേ വാക്കാണ് ഇവിടെയും ഈ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രതിഫല ഇച്ഛയില്ലാതെ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അഗാപ്പേ ലവ് എന്ന് പറയുന്നത്. പുതിയ നിയമം 2 കൽപ്പന തരുന്നുണ്ട്, പഴയ നിയമം 10 കൽപ്പന തരുന്നുണ്ട്. പിന്നെ ഉപകൽപ്പനകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പഴയ നിയമത്തിനകത്തുള്ള 10 കൽപ്പനകളും ഉപകൽപ്പനകളും ചേർന്ന് വലിയ ഒരു സിസ്റ്റത്തിനെ വിളിച്ച പേരാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണം സകലതും ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജീസസ് 2 കൽപ്പനകൾ തന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ മോശയുടെ 10 കൽപ്പനകൾ അടങ്ങുന്ന വലിയ ന്യായപ്രമാണത്തെയാണോ വിശ്വസിക്കേണ്ടത്, അനുകരിക്കേണ്ടത്, അതോ പുതിയ നിയമത്തിനകത്ത് ജീസസ് തന്നിരിക്കുന്ന 2 കൽപ്പനയാണോ അനുസരിക്കേണ്ടത്? 2 കൽപ്പനയാണ്. സോ ഇന്നത്തെ പള്ളികൾ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പഴയ നിയമത്തിലുള്ള മോശയുടെ കൽപ്പനകളും ഉരുവിടും, എന്നിട്ട് പുതിയ നിയമത്തിനകത്ത് യേശു ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതും ഉരുവിടും, എന്നിട്ട് എല്ലാം കൂടെ ആചരിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കും. നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ ജീസസ് പറഞ്ഞ ഈ 2 കൽപ്പന അനുസരിച്ചാൽ മതി. ഇതിനകത്ത് എന്തുണ്ട്? പഴയ നിയമത്തിലുള്ള സകല കൽപ്പനകളും പ്രമാണങ്ങളും പ്രവചനങ്ങളും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂസീവ് ചെയ്തിട്ടാണ് ഞാൻ ഈ 2 തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2 അനുസരിച്ചാൽ മതി. ആദ്യത്തെ കൽപ്പന ഏതാ? പിതാവാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. അതാണ് ഈ ബന്ധം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുരിശില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കുരിശിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ബന്ധം എന്ന് പറയുന്നത് പിതാവും ഞാനും തമ്മിലുള്ള ബന്ധം. എനിക്ക് പിതാവോടുള്ള ബന്ധവും പിതാവിന് എന്നോടുള്ള ബന്ധമാണ് കുരിശിൻ്റെ ഈ നീളമുള്ള ഈ ക്രോസിൻ്റെ ഈ പെർപെൻഡിക്കുലറായിട്ടുള്ള സിമ്പൽ. അപ്പോൾ എങ്ങനെ സ്നേഹിക്കണം പിതാവിനെ? പിതാവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സകലതും സമ്പൂർണ്ണമായിട്ട് ഞാൻ പിതാവിനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിനും അഗാപ്പേ ലവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം. ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല പിതാവിനെ സ്നേഹിക്കേണ്ടത്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല. എനിക്ക് കാറ് കിട്ടും, എനിക്ക് ബംഗ്ലാവ് കിട്ടും, എനിക്ക് വിസ കിട്ടും, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അത് ഇത് ചപ്പ് ചവർ എന്ന് പറഞ്ഞ് കണ്ടീഷൻ വെച്ചിട്ടല്ല ആരെ സ്നേഹിക്കേണ്ടത്? പിതാവാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ഒരപ്പനെ സ്നേഹിക്കേണ്ട പവിത്രതയോടുകൂടെ സ്നേഹിക്കണം. ഇതാണ് 1ാമത്തെ കൽപ്പന. എന്നിട്ട് 2ാമത്തെ കൽപ്പന ജീസസ് പറയുന്നതിന് മുമ്പ് ജീസസ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇട്ടു. 2ാമത്തേത് 1ാമത്തേതിന് സമം. 2ാമത്തേത് ചെറുതുമല്ല വലുതുമല്ല. എന്താണോ ആദ്യത്തെ കൽപ്പന അതിന് സമമാണ് 2ാമത്തെ കൽപ്പന. അപ്പോൾ ഈ കുരിശിൻ്റെ തിരിച്ചുള്ള ഇത് ഈ 2ാമത്തെ കൽപ്പനയാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കുരിശ് ജീസസ് ചത്ത കുരിശല്ല. ഇത് ചത്ത കുരിശ് അല്ല, ഒരുത്തൻ്റെ കൊന്ന കുരിശ് അല്ല, ഇത് ജീവനുള്ള കുരിശാണ്. ഈ കുരിശിൻ്റെ അർത്ഥം ജീസസിൻ്റെ 2 കൽപ്പനകളാണ്. 1 പിതാവും ഞാനും തമ്മിലുള്ള ബന്ധം, 2 മനുഷ്യരും ഞാനും തമ്മിലുള്ള ബന്ധം, അന്യോന്യമുള്ള ബന്ധം. അപ്പോൾ ജീസസ് പറഞ്ഞു 1ാമത്തെ കൽപ്പന അല്ല വലുത്, 2ാമത്തെ കൽപ്പനയും ആദ്യത്തെ കൽപ്പനയും ഒരേപോലെയാണ്. അപ്പോൾ 2ാമത്തെ കൽപ്പന ഏതാ? നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആരെ പോലെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ അല്ലെങ്കിൽ കൂട്ടുകാരനെയും സ്നേഹിക്കണം. അവിടെ എന്തില്ല? എക്സ്പെക്റ്റേഷൻസ് ഇല്ല, പ്രതിഫലേച്ഛയില്ല. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ സ്നേഹിക്കുന്നതാണ് ഈ സ്നേഹവും. സോ ആ കൽപ്പനകളുടെ മറ്റൊരു രീതിയിലുള്ള അവതരണമാണ് യോഹന്നാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിൻ്റെ ഉള്ളിൽ ദൈവാത്മാവുണ്ട് എന്ന് നീ പറയണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തുണ്ടാകണം? അന്യോന്യം സ്നേഹം ഉണ്ടാകണം. എങ്ങനത്തെ സ്നേഹം? എന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം.
എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ കൂട്ടായ്മയിൽ അങ്ങനെ ഒന്നുണ്ടാകണമെന്നുള്ളത്. പക്ഷേ ഇന്നയോളം എനിക്ക് അങ്ങനെ ഒരു സാധനത്തെ ഒരു മനുഷ്യരിലും കാണാൻ പറ്റില്ല. ഇതുണ്ടെങ്കിലല്ലേ ഇതുണ്ടാകൂ. നിനക്കിതില്ലല്ലോ, എത്ര പറഞ്ഞാലും ഇത് വരുന്നില്ലല്ലോ. ഇത് വന്നാൽ ഏത് വരൂ? ഇത് വരത്തുള്ളൂ. എനിക്കിതിൻ്റെ പൂർണ്ണതയിൽ കാണണം ഈ ബന്ധവും. എനിക്ക് കൂട്ടായ്മയ്ക്കകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരും ആയിരക്കണക്കിന് ആൾക്കാരൊന്നും വേണ്ട, ചെറിയൊരു സംഖ്യ മതി. 10 എങ്കിൽ 10, 5 എങ്കിൽ 5. പക്ഷെ അങ്ങനെ കൂട്ടായ്മയിൽ കണക്ട് ചെയ്ത് വെക്കുന്ന വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര പറയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷ്യനി പറയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോലെ കൺസിഡർ ചെയ്ത് സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ എനിക്ക് വേണം. പറ്റുമോ? ഞാൻ ആ രീതിയിൽ അപ്പൻ ആസ്വദിച്ചാൽ മാത്രം എനിക്ക് ആ രീതിയിൽ മറ്റുള്ളവരെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പനുമായിട്ടുള്ള ബന്ധം ശക്തമാകണം. അപ്പോഴേ ആ അപ്പൻ്റെ മക്കളാണ് നിങ്ങളെന്ന് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. നായരാണോ പട്ടരാണോ ബ്രാഹ്മണാണോ ഇതൊന്നും നോക്കിയിട്ടല്ല, അപ്പൻ്റെ മക്കൾ ഏതാണെങ്കിലും എനിക്ക് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റണം. അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾക്ക് ബയോളജിക്കലി നമുക്കൊരപ്പനുണ്ട്. ആ ബയോളജിക്കലി ഉള്ള അപ്പൻ്റെ മക്കളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബയോളജിക്കലി ഉള്ള അപ്പൻ്റെ മക്കളെ നമ്മൾ എന്താ വിളിക്കുന്നത്? ചേട്ടൻ, ചേച്ചി, സഹോദരി, സഹോദരൻ, ഇല്ലേ? അതെൻ്റെ ബ്ലഡാണ്. ഇനി എത്രയൊക്കെ അടി വെച്ചാലും ഒരാവശ്യം വരവേ ഈ ബ്ലഡെല്ലാം ഒരുമിച്ച് നിൽക്കും. റൈറ്റ്? എന്തുകൊണ്ടാണ്? ഒരപ്പൻ്റെ മക്കളെന്നുള്ള ലേബൽ കിടക്കുന്നുണ്ട്, ആ രക്തബന്ധം കിടക്കുന്നതുണ്ട്. ആണോ? ഇതിനേക്കാൾ തീവ്രമാകണം പിതാവാം ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം. രക്തത്തിലല്ല, സ്പിരിറ്റിലാണ്. രക്തം നാളെ ചത്തുപോകും, ഇല്ലാതെ പോകും. പക്ഷേ ഇത് ഒരിക്കലും നിലയ്ക്കാത്തൊരു ബന്ധമാണ് സ്പിരിറ്റിലെ ബന്ധം. സോ ഞാനും അപ്പനും സ്പിരിറ്റിൽ തമ്മിലൊരു ബന്ധമുണ്ടെങ്കിൽ അതേ സ്പിരിറ്റിലാണ് ഓരോ വ്യക്തികളും. ജ്യോതിയമ്മയുടെ ഉള്ളിലും റസൻ്റെ ഉള്ളിലും കനിമൊഴിയുടെ ഉള്ളിലും ഒക്കെ ഇരിക്കുന്ന സ്പിരിറ്റ് എൻ്റെ അപ്പൻ്റെ സ്പിരിറ്റാണ്, എന്നിലിരിക്കുന്ന അതേ സ്പിരിറ്റാണ്. സോ ഇവിടെയാണ് ഞാൻ പവിത്രത കാണിക്കേണ്ടത്. ഏതിനേക്കാൾ കൂടുതൽ? ബയോളജിക്കലി ഉള്ള അപ്പൻ്റെ രക്തബന്ധുക്കളെക്കാൾ കൂടുതൽ തീവ്രമാകേണ്ടത് ഈ കൂട്ടായ്മ ബന്ധമാണ്. അത് ഈ ബന്ധം ശക്തമാണെങ്കിൽ മാത്രമേ ഈ ബന്ധം ശക്തമാകത്തുള്ളൂ. സോ എൻ്റെ കുരിശെന്ന് പറയുന്നത് അതാണ്. ഞാൻ സ്നേഹിക്കുന്ന എന്നെക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ടോ? അതില്ലെങ്കിൽ മറ്റത്തില്ല. ഈ പറയുന്ന ലോജിക്ക് അതിനകത്ത് തെറ്റും. സ്വർഗത്തിലെ അപ്പൻ, ബയോളജിക്കലെ അപ്പനല്ല. ഇത് എന്നിൽ സത്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് പറയുന്നത്. എൻ്റെ ലൈഫിനകത്ത് സത്യമാണ്. ഞാൻ എന്നെക്കാൾ കൂടുതൽ ഞാൻ ആരെ സ്നേഹിക്കുന്നുണ്ട്? എൻ്റെ പിതാവാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അതിനുള്ള പ്രൂഫ് എന്താ? ഇഷ്ടം പോലെ എനിക്ക് പറയാൻ പറ്റും. ഈ ബന്ധം ശക്തമാണെങ്കിൽ മാത്രമേ റിസനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അൺകണ്ടീഷണലായിട്ട്. റിസലിനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുമല്ല. കാരണം ഈ ബന്ധം അൺഎക്സ്പെക്റ്റഡ് ആണ്, പ്യുവറാണ്. ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ അപ്പൻ ഒരിക്കലും ശിക്ഷിക്കത്തില്ല. ശിക്ഷിക്കുന്ന അപ്പനല്ല സ്വർഗത്തിലെ അപ്പം. അത് ക്രിസ്തീയ മതം പറഞ്ഞ കപടതയാണ് ഈ ശിക്ഷിക്കുന്ന ദൈവം. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല, സ്നേഹിക്കുന്നവനാണ്. കറക്ഷൻ ചെയ്യും, ശിക്ഷ തരത്തില്ല, കറക്റ്റ് ചെയ്യും. ശരിക്കുമുള്ള ഒരു അപ്പൻ എപ്പോഴും ചെയ്യുന്നത് കറക്ഷനാണ്. കറക്ഷന് വേണ്ടിയിട്ടുള്ള ശാസന തരും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? ശിക്ഷിക്കത്തില്ല. സോ സ്വർഗത്തിലെ സ്വർഗത്തിലെ അപ്പൻ്റെ പവിത്രതമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘക്ഷമയുള്ളവനാണ്, ദയാലുവാണ്, കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റത്തില്ല. ശാസനയും തരും, കർശനം തരും. അത് സ്നേഹത്തിലാണ്. അത് ബൈബിളിനകത്ത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു അപ്പൻ മക്കൾ നന്നാവണമെന്ന് വിചാരിച്ച് അവരെ ശാസിക്കുന്നത് പോലെ സ്വർഗത്തിലെ അപ്പനും നിങ്ങളെ ശാസിക്കുന്നുണ്ട്. ഓക്കെ. സോ എങ്ങനെ ഒരു ദൈവത്തിൻ്റെ മകനെ അറിയാമെന്നുള്ള മൂന്നാമത്തെ ചെക്ക് പോയിൻ്റാണ് പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം. അതവൻ്റെ സംസാരത്തിലും അവൻ്റെ നോട്ടത്തിലും അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ പ്രവൃത്തിയിലും എല്ലാം അത് എവിഡൻ്റ് ആയിരിക്കും. ആ ബന്ധം ശക്തമാണെങ്കിൽ പരസ്പരമുള്ള വ്യക്തികളോടുള്ള ബന്ധവും ശക്തമായിരിക്കും. ഒരിക്കലും ഇതില്ലാതെ ഇത് നടക്കത്തില്ല. ഓക്കെ.
അപ്പോൾ അടുത്ത ചെക്ക് പോയിൻ്റ് ഇതാണ്. സോ ഏതെങ്കിലും ഒരു വ്യക്തി എടുത്ത് വെച്ചിട്ട് ആ വ്യക്തിയെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ചെക്ക് പോയിൻറ്റിലൂടെ കയറ്റിവിടണം. ചെക്ക് പോയിൻറ്റിലൂടെ കയറ്റി വിടുമ്പോഴത്തേക്ക് അപ്പനോടുള്ള ബന്ധം എത്ര ശക്തമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ശക്തമായ ബന്ധത്തിനകത്ത് സഹവാസികളോടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വിമർശിക്കാൻ വരുന്നവർ ഈ ചെക്ക് പോയിൻ്റൊക്കെ ടിക്കിട്ടിട്ട് വേണം എന്നെ വിമർശിക്കാൻ വരാൻ. കണ്ണിൽ കോല് വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ വരരുത്. എങ്ങനെയാ? സ്വന്തം കണ്ണിൽ കോല് വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കുഞ്ഞ് കരടെടുക്കാൻ വരരുത്. അപ്പം ആദ്യം കോലുകൾ മാറ്റണം. ആ കോൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ബൈബിൾ വെച്ചിട്ട് ആവർത്തിച്ച് വായിക്കുക. ഈ ചെക്ക് പോയിൻ്റൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ലൈഫിനകത്ത് കറക്റ്റാണോ എന്നുള്ളത് മാർക്ക് ചെയ്യുക. കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് ഏത് ബന്ധമാണ്? അപ്പനും ഞാനും തമ്മിലുള്ള ഇൻറ്റിമസി ബന്ധം കറക്റ്റ് ചെയ്യുക. ഈ ബന്ധം കറക്റ്റ് ചെയ്യാതെ വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഓക്കെ, സോ ഈ ബന്ധം കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബന്ധം കറക്റ്റാവും. ഇത് കറക്റ്റായാൽ മാത്രമേ പിന്നെ സംസാരിക്കാനുള്ള യോഗ്യതയുള്ളൂ.